അലീന, സത്യം, നീ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എവിടെയാണെന്ന് പറ. നീ കൂടുതൽ ഞെട്ടാൻ തയ്യാറെടുത്തോ. നാളെ ഞാൻ നിനക്കൊരു ഉഗ്രൻ സർപ്രൈസ് തരുന്നുണ്ട്. സർപ്രൈസോ? എന്താ അത്? അതൊക്കെ നാളെ എന്റെ മോൻ അറിഞ്ഞാ മതി. ഓക്കെ? ഇപ്പൊ മോൻ എന്നെ കുറിച്ച് ചിന്തിച്ച് തല പുണ്ണാക്കി പോയി കിടന്നു. ഗുഡ് നൈറ്റ്. സീ യു ബഡി. ആരാ ഡോക്ടർ വിളിച്ചേ? അത് എൻ്റെ ഒരു ഫ്രണ്ടാ. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. എന്തിനാ ഫ്രണ്ട് വിളിച്ചേ? ഏയ് ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ഡോക്ടർക്ക് ഫോൺ വന്നാ നന്നായി. ആ പേരും പറഞ്ഞാ ഞാൻ ത്രേസി അമ്മച്ചിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടത്. വാ, കിടക്കണ്ടേ? ആ, ഞാൻ വരാം, നീ കിടന്നോ. ഇതാ എന്തു പറ്റി? തനിക്ക് സുഖമില്ലേ? ഒന്നുമില്ല. പിന്നെന്താകെ വല്ലാതിരിക്കുന്നു? ഇല്ല വിപി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്ന് പാർലറിൽ പോകുന്നില്ലേ? പോണം. പക്ഷെ വിപി, എനിക്ക് മനസ്സിന് നല്ല സുഖം തോന്നുന്നില്ല. അത് മനസ്സിലായതുകൊണ്ടാണല്ലോ എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചത്. പറയൂ ഗീത, എന്താ തന്റെ പ്രോബ്ലം? തുറന്നു പറ. എന്റെ പ്രോബ്ലം എന്താണെന്ന് ഇനി വിപിക്ക് മനസ്സിലായില്ലേ? എപ്പോഴോ കണ്ടൊരു നശിച്ച സ്വപ്നത്തിന് പിന്നാലെ വിപി ഇങ്ങനൊരു സാഹസത്തിന് ഇറങ്ങി പുറപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. ഗീത, അതെനിക്കൊരു നശിച്ച സ്വപ്നമായിരുന്നില്ല, എന്റെ മനസ്സായിരുന്നു. ഇനിയിപ്പോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലും ഇതുപോലൊരു തീരുമാനം തന്നെ ഞാൻ എടുക്കുമായിരുന്നു. അപ്പൊ വിപി നേരത്തെ എല്ലാം പ്ലാൻഡ് ആയിരുന്നു അല്ലേ? ഇനി അങ്ങനെ ഒരു സ്വപ്നം പോലും സത്യമായിരിക്കണമെന്നില്ല അല്ലേ വിപി? ഇപ്പൊ അതാണോ തന്റെ പ്രശ്നം? അതെ, അതെന്റെ പ്രശ്നം തന്നെയാ. പ്ലീസ് വിപി, എത്ര ശ്രമിച്ചിട്ടും എനിക്കതിനോട് പൊരുത്തപ്പെടാനേ കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണ് തനിക്ക് കഴിയാത്തത്? ഓ, ഇങ്ങനൊരു ആഗ്രഹം എനിക്ക് തോന്നിയുണ്ടാവൂല്ലേ? ഒരിക്കലും അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യമായിട്ട് ഇങ്ങനൊരു കാര്യം വിപി ആഗ്രഹിക്കുന്നുണ്ടോ? അതോ അപ്പുവിനോടുള്ള വാശിക്ക്? വാശിയോ? ഞാനെന്തിനാ അപ്പനോട് വാശി കാണിക്കണം? വാശി എനിക്കായിരുന്നില്ലല്ലോ. അതിന് ഇനിയും ഞാൻ പിഴയെടുക്കണം എന്നാണോ താൻ പറയുന്നത്? നോക്ക് ഗീത, നമ്മളൊരു പെൺകുഞ്ഞിനെ മോഹിച്ചു, ഈശ്വരൻ അത് സാധിച്ചു തന്നു. പക്ഷെ ആ പെൺകുഞ്ഞിന് അവളുടെ സ്ത്രീത്വം വേണ്ടെന്ന് തോന്നി. ശരിയാ? സ്വന്തം ജെൻഡർ ഏതെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പു ആ സ്വാതന്ത്ര്യം നന്നായി വിനിയോഗിച്ചു. അതിൽ അപ്പു വിജയിക്കുകയും ചെയ്തു. അതേ സ്വാതന്ത്ര്യം, നമ്മുടെ ജീവിതം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലോ. എന്തുകൊണ്ട് നമുക്കൊരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ പറ്റില്ല? അതിനെ സ്വന്തം പോലെ വളർത്താൻ ശ്രമിച്ചൂടാ? അത് നമ്മുടെ ആഗ്രഹമല്ലേ ഗീത? അവകാശമല്ലേ? സോറി വിപി, എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ല. എന്നാ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇനി തനിക്കതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ലേം വേണ്ട, ഞാൻ വളർത്തിക്കോളാം കുഞ്ഞിനെ, പോരെ? പക്ഷെ അതിനെ കിട്ടുന്നിടം വരെ താൻ എന്റെ കൂടെ നിന്ന് നിന്നാ മതി. അതിന് പറ്റുമോ എനിക്ക്? ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല. ഇതറിയുമ്പോ അപ്പുവിന് എന്തുമാത്രം വിഷമാവും, അതാ എന്റെ കൺസേൺ. അപ്പുനൊന്നും അറിയിക്കുക പോലും ചെയ്യാതെ നമ്മളിങ്ങനെ നീക്കം നടത്തിയെന്ന് മനസ്സിലാവുമ്പോ. അറിയിക്കില്ലെന്ന് ആര് പറഞ്ഞു? അതിനുള്ള സമയമാവുമ്പോ നമ്മൾ നേരിട്ട് തന്നെ അപ്പനോട് ഈ കാര്യം തുറന്നു പറയും. ബിപിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് ഇപ്പൊ തന്നെ അപ്പനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് വേണ്ട ഗീത, നമുക്ക് അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പൊ പറയാറായിട്ടില്ലല്ലോ. ലീഗൽ സൈഡിനെ കുറിച്ച് അന്വേഷിച്ച് അറിയിക്കാമെന്നല്ലേ സൂപ്രണ്ട് പറഞ്ഞു.
നമ്മുടെ അടുത്ത വിസിറ്റ് വരെ താനൊന്ന് വെയിറ്റ് ചെയ്യേ. അപ്പോഴേക്കും കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. എന്നിട്ട് നമുക്കത് അപ്പുവിനോട് പറഞ്ഞാൽ പോരെ? അതുവരെ അപ്പുനെ ഇങ്ങനെ ഒളിച്ചും മറച്ചും അതാലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ കുറ്റബോധം തോന്നുന്നു. അത് തന്നെ മാത്രം കുഴപ്പാ. ഒരു കാര്യം രഹസ്യമാക്കി വെക്കേണ്ടി വന്നാ അത് അങ്ങനെ തന്നെ ചെയ്യണം. അതിൽ ആവശ്യമില്ലാത്ത മനസാക്ഷി കുത്തോ കുറ്റബോധം ഒന്നും തോന്നേണ്ട കാര്യമില്ല. താൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പു ട്രാൻസ്ജെൻഡർ ആണെന്നുള്ള കാര്യം തന്നോടാണ് അപ്പു ആദ്യം പറഞ്ഞതെന്ന്. എന്നിട്ട് അപ്പും താനും കൂടി അത് എന്നെ ഒളിച്ച് കുറെ കാലം കൊണ്ടുവരുന്നില്ലേ? അന്നേരം തോന്നാത്ത കുറ്റബോധവും മനസാക്ഷി കുത്തൊന്നും തനിക്ക് ഇപ്പൊ മാത്രം തോന്നുന്നത് എന്തുകൊണ്ടാ? അപ്പൊ തനിക്കും അത് ഇഷ്ടമല്ല. ഇവിടെ എന്റെ ആഗ്രഹം നടക്കരുത്, അതേ ഉള്ളു കാര്യം. അങ്ങനെയാണോ വി പി ഇതിനെ കാണുന്നത്? ബി പിയോട് അന്നത് മറച്ചു വയ്ക്കേണ്ടി വന്നപ്പോഴും എനിക്ക് കുറ്റബോധം ഇല്ലായിരുന്നു എന്ന് ആര് പറഞ്ഞു? ആ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒരു പോസ്റ്റ്മോർട്ടം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. അത് ഞാൻ തന്നോട് പറഞ്ഞു. സഹകരിക്കാമെങ്കിൽ സഹകരിക്കേ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴി നോക്കും. എന്താണ് രണ്ടുപേരും കൂടി ഒരു സീരിയസ് ചർച്ച? ഞാനും കൂടി അറിയുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഹേയ്, ഇത് ഞങ്ങൾ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് ട്രാക്ക് മാറിപ്പോയതാണ് അല്ലടോ. ഓ, സംസാരിച്ചെന്ന് വെറുതെ സമയം പോയി. താൻ വേഗം പോയി റെഡിയാവ്. ചെല്ലടോ. ആ, അപ്പോൾ ഇതാ പത്രം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പു, എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. നീ എപ്പോഴാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നേ? ഞാൻ കഴിച്ചോളാം അമ്മേ. ബൈ. അമ്മ ഒരു മിനിറ്റ്. എന്താ അപ്പു? ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ സത്യം പറയോ? എന്താ അപ്പു? എന്താ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? പ്രശ്നോ? ഇവിടെ എന്ത് പ്രശ്നം? അമ്മ എന്നോട് ഒളിക്കണ്ട. അമ്മയും വി പിയും തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. ഞാനും വി പിയും തമ്മിൽ നീ കരുതുന്ന പോലെ ഒരു ഇഷ്യൂ ഇല്ല. ശരി, ഞാൻ കരുതുന്ന പോലുള്ള ഇഷ്യൂ ഇല്ലെങ്കിലും എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇല്ലെന്നേ. ഇല്ലെന്ന് അമ്മ നുണ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ബി പിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അമ്മയോട് ചോദിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ചോദിച്ചത്. അമ്മ എന്നോട് കള്ളം പറയില്ലെന്നാ എന്റെ വിശ്വാസം. ഞാൻ പറഞ്ഞത് സത്യമാണ് അപ്പു. ഞങ്ങൾ തമ്മിൽ ഒരു ഇഷ്യൂ ഇല്ല. എന്താ ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ? ഒന്നുമില്ല, നിങ്ങളുടെയൊക്കെ പെരുമാറ്റം തന്നെ. എന്നെ കാണുമ്പോൾ നിങ്ങൾ സംസാരിച്ചു വന്ന പല കാര്യങ്ങളും ഒളിക്കുന്നതായി തോന്നാം. ശേ, അങ്ങനെയൊന്നും ഇല്ല അപ്പു. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. ചിലപ്പോ അമ്മ പറഞ്ഞ പോലെ എന്റെ തോന്നലായിരിക്കും. പക്ഷെ ഇതിനു മുമ്പും എനിക്ക് ഇതുപോലെ തോന്നിയ പല കാര്യങ്ങളും പിന്നീട് സത്യമായിട്ട് വന്നിട്ടില്ലേ? അതാ എന്റെ ടെൻഷനും. അങ്ങനെ ടെൻഷനാകാൻ മാത്രം ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. തൽക്കാലം ഞാൻ അമ്മയെ വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ വി പിയോട് ഇതേക്കുറിച്ച് ചോദിക്കാതെ ഇരിക്കാം. പക്ഷേ പിന്നീട് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്നോട് സോറി പറയാൻ വന്നേക്കരുത്, അത്രേ ഉള്ളൂ. എന്നെ കൺവിൻസ് നിന്ന് അമ്മ പാർലറിലെത്താൻ വൈകണ്ട, പൊയ്ക്കോ. ഞാൻ വിളിക്കാം അപ്പു. കാപ്പിയൊക്കെ ആയോ ഡേസമ്മേ? ആ, ആയിക്കൊണ്ടിരിക്കുന്നു. അമ്മച്ചി ഇപ്പൊ കഴിക്കുന്നില്ലേ? ആ, കഴിക്കാം. ജോക്കുട്ടി രാവിലെ പോണോ? അവന് രാവിലെ പോണം. അമ്മച്ചിയും കൂടെ അവന്റെ കൂടെ ഇരുന്നോ. ഞാനും മാളും പിന്നെ കഴിച്ചോളാം. ആ, അതവിടെ നിൽക്കട്ടെ.
ഞാനേ നിന്നോട് വേറൊരു കാര്യം പറയാനാ വന്നേ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഡേസമ്മേ? എന്താ? ഈ പെങ്കൊച്ചിന്റെ സ്വഭാവം നേരത്തെ ഇങ്ങനെ തന്നെ ആയിരുന്നു, അതോ ഇപ്പോഴെങ്ങാനും വന്ന മാറ്റമാണോ? മാളുവിന്റെ കാര്യമാണോ അമ്മച്ചി ഉദ്ദേശിച്ചത്? ഹാ, അല്ലാതെ പിന്നെ ആരുടെ കാര്യാ ഞാൻ നിന്നോട് ചോദിക്കണ്ടേ? അല്ല, ഇങ്ങനെ പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്ന ഒരു പെങ്കൊച്ചിനെ നമ്മുടെ ജോക്കുട്ടനും നിനക്കുമൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതോ ഇനി നിങ്ങൾ അവളെ കാണുമ്പോൾ മര്യാദക്കാരിയായിരുന്നു, മിന്നു കിട്ടിയതിന് ശേഷം ഇങ്ങനെ ആയതാണോ? അതോ ഗർഭം അലസിയതിന് ശേഷം വന്ന മാറ്റമാണോ? ആ, എന്നതാന്നറിയാനാ ഞാൻ നിന്നോട് ചോദിച്ചത്. എന്റെ നോട്ടത്തിൽ മാളുവിന്റെ സ്വഭാവത്തിൽ ഒരു കുഴപ്പവും തോന്നിയിട്ടില്ലെന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. അപ്പൊ തുടക്കം മുതലേ ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത സ്വഭാവമായിരുന്നു അല്ലയോ? അമ്മച്ചിക്കിപ്പൊ എന്താ അറിയേണ്ടത്? എന്റെ പൊന്നു ഡെയ്സി, ഞാൻ നിന്റെയും ജോക്കുട്ടന്റെയും നല്ലതിന് വേണ്ടിയിട്ടായി പറയുന്നേ. നീ ചിരിക്കണ്ട. നിനക്കും അവനും കുറെ ലോകപരിചയവും അറിവും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ മോളിലാ ഞാൻ കൂടിയ ക്രിസ്മസും പെരുന്നാളും ഒക്കെ. എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുക, നമ്മുടെ ജോക്കുട്ടന്റെ പെണ്ണിന് കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ആ, ഉറപ്പാ. അമ്മച്ചി പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഒടുക്കം ഇത് അവിടെ എത്തി നിൽക്കത്തുള്ളെന്ന്. അതെ, എനിക്കും ജോബിനും അങ്ങനെ തോന്നാത്തടത്തോളം അമ്മച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കണ്ട. നിങ്ങൾക്ക് തോന്നാത്തതേ അവളോടുള്ള സ്നേഹം കൊണ്ടാ. പക്ഷെ എന്റെ നോട്ടത്തില് പെണ്ണിന് സാരമായ എന്തോ പ്രശ്നമുണ്ട്. മിക്കവാറും അത് ഗർഭം അലസിപ്പോയതിന്റെ മനോവിഷമം കൊണ്ടായിരിക്കാം. അത് മാത്രമല്ലെന്നേ, ഇങ്ങനെയുള്ള സമയത്ത് മനുഷ്യനില് ദുഷ്ടശക്തികൾ കൂടാനുള്ള സമയം കൂടിയാ. അതിനിപ്പോ എന്തു വേണോന്ന് അമ്മച്ചി പറഞ്ഞു വരുന്നത്? ജോക്കുട്ടിനോട് ചോദിച്ചിട്ടേ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ കണ്ടെത്തണം. അമ്മച്ചി പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. അതെ, അമ്മച്ചി മനസ്സിൽ കാണുന്ന പോലത്തെ പരിഹാരം ചെയ്യാൻ തൽക്കാലം മാളുവിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ലെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ. ദേ, കടിഞ്ഞൂല് കാച്ചത് കാക്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെയാ അവളുടെ കാര്യം. അത് ദൈവമായിട്ട് നമുക്ക് തന്നൊരു സൂചനയാ. അതിന് പരിഹാരം കാണാതിരുന്ന ഇനി അങ്ങോട്ടും. എന്റെ അമ്മച്ചി ഒന്ന് ചുമ്മാതിരുന്നേ. ഇനി ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാളുവിനെ ചെന്ന് പേടിപ്പിക്കൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ സങ്കടത്തിൽ നിന്ന് അവളൊന്ന് കരകയറാൻ ശ്രമിക്കുക. അതിന്റെ കൂടെ ഇനി കരകയറാനുള്ള വഴികളാ ഞാൻ ഈ പറയുന്നതെന്ന് കൂട്ടിയാ മതി. ഞാൻ പറയുന്നത് നീ കൂട്ടണ്ട. അനുഭവം വരുമ്പോ നിനക്ക് തന്നെ തോന്നിക്കോളൂ. അന്ന് ഈ ത്രേസ്യാമ്മച്ചി പറഞ്ഞത് ഉള്ളതായിരുന്നല്ലോ എന്ന് നീ മനസ്സിലാക്കും. അമ്മച്ചി വാ, ജോബിനിപ്പ ഇറങ്ങും, നമുക്ക് കഴിക്കാം. അതെ, ഈ വക കാര്യങ്ങളൊന്നും കുട്ടികളോട് സംസാരിക്കാൻ നിൽക്കണ്ട, കേട്ടല്ലോ? ഓ, അപ്പൊ ഇന്ന് എന്താ തന്റെ പരിപാടി? എന്ത് പരിപാടി? ഇവിടെ ഇരുന്ന് ബോറടിക്കുക തന്നെ. അതിനെ ഇവിടെ നിന്ന് ബോറടിക്കുന്നത്? തനിക്ക് വേണമെങ്കിൽ അപ്പൂന്റെ അടുത്ത് പോയിക്കൂടെ? പോകായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അപ്പുനെ പഴയതുപോലെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. അതെന്തുപറ്റി? ഞാൻ പറഞ്ഞില്ലേ, അപ്പൂപ്പ മുടിഞ്ഞ് പഠിത്തത്തില്ല. ലക്ഷണം കണ്ടിട്ട് ഡിഗ്രി IASഉം ആൾ ഒന്നിച്ച് എഴുതിയെടുക്കുന്ന കോള് കാണുന്നുണ്ട്. അങ്ങനൊരു വാശി ജീവിതത്തിലുള്ളത് നല്ലത്. ഇവിടെ ഒരു സാറിന് ഇല്ലാതായി പോയതും അതല്ലേ? ആഹാ, അത് കൊള്ളാലോ. ഞാനേ എന്റെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് പിന്നെ എല്ലാം ആയല്ലോ. അതെ, ഞാനൊരു ഉഗ്രൻ ഐഡിയ പറയാം. തനിക്കും അപ്പൂന്റെ കൂടെ IAS കോച്ചിങ്ങിന് ചേർന്നാൽ എന്താ? അയ്യോ, അതൊരു അതിമോഹമായി പോയില്ലേ ഡോക്ടറെ? തന്നെയല്ല, കഷ്ടകാലത്തിന് എനിക്ക് IAS എങ്ങാനും കിട്ടിയ ഒരു വീട്ടില് കളക്ടറും ഡോക്ടറും. ഈഗോ ക്ലാഷ് വരാൻ വേറെന്തേലും വേണോ? അങ്ങനെ ഒരു ഈഗോ ക്ലാഷ് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് താൻ പേടിക്കേ വേണ്ട. അതുകൊണ്ട് താൻ ഇനി IAS എഴുതാതിരിക്കണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, നമ്മളെങ്ങ് വിട്ടേക്ക്. അപ്പൂന്റെ അത്ര ടാലന്റ് ഒന്നും എനിക്കില്ല. അങ്ങനെ സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എളുപ്പമായല്ലോ.
ഞാൻ മമ്മിയോട് പറഞ്ഞ് തന്നെ IAS കോച്ചിങ്ങിന് ചേർത്താലോ എന്ന് ആലോചിക്കുക. അയ്യോ ഡോക്ടർ ചതിക്കല്ലേ. ഡോക്ടർക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ലിറ്ററേച്ചർ തന്നെ PG ചെയ്തോളാം. അതാവുമ്പോ പിന്നെ ഉഴപ്പാൻ ഒരുപാട് സമയം കിട്ടുമല്ലോ അല്ലേ? തന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ ഇവിടെ രണ്ടുപേരും വഴക്കിടാനുള്ള പരിപാടി വല്ലതും ആണോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചിയെ കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണേ. കറക്റ്റ് സമയത്ത് മമ്മിയുടെ എൻട്രി. ഉം. അതെ, പകല് മുഴുവൻ ഒരാളിവിടെ ഇരുന്ന് ബോറടിക്കുകയാണെന്ന സ്ഥിരം പരാതി. അപ്പൊ ആ ബോറടി മാറ്റാൻ ഞാനൊരു ഉഗ്രൻ പരിപാടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മമ്മി കൂടി സപ്പോർട്ട് ചെയ്താൽ നമുക്ക് കാര്യം സാധിച്ചെടുക്കാം. ആദ്യം എന്താ പ്ലാൻ എന്ന് പറ, കേൾക്കട്ടെ. അയ്യോ ആന്റി, അതൊരിക്കലും നടക്കാത്ത പ്ലാനാ. ഡോക്ടർ പറഞ്ഞു കേട്ട് ആന്റി വെറുതെ അതിന് കൈ കൊടുക്കണ്ട. ഒന്നുമില്ല മമ്മി, വിചാരിച്ച മാളൂനെ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ കൂട്ടിനൊരാൾ കൂടിയുണ്ട്. ആദ്യം എന്താ സംഭവം എന്ന് പറ, എന്നിട്ട് ഞാൻ പറയാം അത് വേണോ വേണ്ടയോ എന്ന്. അപ്പു ഇപ്പം പഠിത്തം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണല്ലോ. കോഴ്സ് കഴിഞ്ഞാൽ അപ്പു IAS കോച്ചിങ്ങിന് ചേരാനുള്ള പ്ലാനാ. ആ, അത് ഇന്നലെ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഞാനൊരു ഐഡിയ പറഞ്ഞു മമ്മി. അപ്പുവിന്റെ കൂടെ ജോയിൻ ചെയ്ത ഡിഗ്രിക്കുള്ള സിലബസിൽ മാളൂന് അപ്പുവിനെ ഹെൽപ്പ് ചെയ്യാം. അതിനോടൊപ്പം 2 പേർക്കും പാരലായി IAS ട്രെയിനിങ് നടത്താം. അതൊരു നല്ല ഐഡിയ അല്ലേ മമ്മി? അത് ശരിയാണല്ലോ, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു. അയ്യോ ആന്റി, IAS കോച്ചിങ് ഒന്നും എനിക്ക് ശരിയാവില്ല. ഞാൻ വല്ല PG ചെയ്തോളാം. PG ചെയ്തോളൂ, കൂട്ടത്തിൽ IASനും ട്രൈ ചെയ്യാലോ. ഇവൻ പറഞ്ഞതുപോലെ കോച്ചിങ്ങിനൊരു കമ്പനി ആയല്ലോ നിനക്ക്. വേണമെങ്കിൽ എന്തു വേണോന്ന് അപ്പൂനോടും കൂടി ഒന്ന് ചോദിച്ചു നോക്ക്. കൊള്ളാം, ഇത് കേൾക്കാത്ത പാട്. അപ്പൊ തന്നെ എന്നെയും പിടിച്ച് കൂട്ടത്തിൽ ചേർക്കും. എവിടുന്നുള്ള സപ്പോർട്ട് കൂടി ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ പഠിക്കാനായിരിക്കില്ല, എന്നെ പഠിപ്പിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അതെ, അതെന്തു വേണോന്ന് നമുക്ക് തീരുമാനിക്കാം. ആദ്യം നിങ്ങൾ വന്ന് വല്ലതും കഴിക്കാൻ നോക്കാം. അതാ ഇപ്പൊ ചെയ്യാൻ പറ്റിയ നല്ല കാര്യം. വാ ഡോക്ടറെ. അതെ, ഈ ടോപ്പിക്കിനെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ കണ്ടിന്യൂ ചെയ്യാൻ നോക്കണ്ട. എന്തോ മമ്മി? ഇവൾക്ക് ഇപ്പൊ തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ അമ്മച്ചിയുടെ പുതിയ കണ്ടുപിടുത്തം. ഇനി അപ്പുവായിട്ട് ചേർന്ന് IASന് പ്രിപ്പയർ ചെയ്യാണെന്നുകൂടി അറിഞ്ഞാൽ അമ്മച്ചിക്ക് ഇന്നത്തെ ഭൂകമ്പത്തിന് വേറെ ഒന്നും വേണ്ട. വെറുതെ എന്തിനാ ഇവിടുത്തെ സമാധാനം കൂടി കളയുന്നത്? അത് മമ്മി കാര്യാക്കണ്ട. അവരെ ചൊറിയാൻ കിട്ടിയ ഒരു അവസരം നമ്മളായിട്ട് എന്തിനാ പാഴാക്കുന്നത്, അല്ലേ മാളു? എന്നിട്ട് ഡോക്ടർക്ക് അങ്ങ് ഹോസ്പിറ്റലിൽ പോ. ഞാനും ആന്റിയും വേണം ആ പ്രസംഗത്തിന് എനിക്ക് കാത് കൊടുക്കാൻ. ഞാനില്ല ഒന്നിനും. അമ്മച്ചി ഒന്ന് പിരിയേറ്റാന്നേ. അപ്പൊ ഇന്ന് മുഴുവൻ ബാലെ തീ പിടിച്ച പോലെ ഇവിടെയൊക്കെ അങ്ങ് നടന്നോളൂ. അല്ലെങ്കിൽ അതിന്റെ പേരിൽ പെട്ടിയെടുത്ത് തിരുവല്ലാക്കി വിട്ടോളൂ. നീ വാ, നമുക്കൊരു കൈ നോക്കാം. ദേ, ഒന്ന് ചുമ്മാതിരിക്കും ജോബിൻ. നിനക്കിതെന്താ? അവരെ ഇട്ട് വട്ടളക്കിയിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? ഞാനിതിപ്പോ നിന്നോട് പറഞ്ഞതാണോ കുഴപ്പമായത്? ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ ഇന്ന് മുഴുവൻ ഇവളെ ഉപദേശിക്കും, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യും. രണ്ടാമത്തേത് നടന്ന അതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതി. ഒന്നും വേണ്ട. ഡൽഹിന്ന് മോളും മരുമോനും വരുന്നത് വരെ പാവം ഇവിടെ നിന്നോട്ടെ. നീ വാ മോളെ. വാ. സിസ്റ്ററെ, ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലെ ശിവരാമൻ നായരുടെ ഓക്സിജൻ ലെവലും BP ഒന്ന് മോണിറ്റർ ചെയ്തേക്കണേ. ശരി. പിന്നെ എവറി 15 മിനിറ്റ്സ് റിപ്പോർട്ട് ചെയ്യണം. ശരി ഡോക്ടർ. ജോർജ് സാർ എത്തിയോ? ഇല്ലെന്ന് തോന്നുന്നു. റൗണ്ട്സിന് മോഹൻ ഡോക്ടറാ. ഓ, അപ്പൊ സാറ് ലേറ്റ് ആവും. ആ, ഞാൻ ഓപ്പിലുണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഹലോ, ഗുഡ് മോർണിംഗ് അലീന. ഗുഡ് മോർണിംഗ് ഡിയർ. ഡോക്ടർ രാവിലെ നല്ല ബിസിയാന്ന് തോന്നുന്നു. അതേടോ, രാവിലെ ചീഫ് എത്തിയിട്ടില്ല, അതുകൊണ്ട് എല്ലായിടത്തും ഓടിയെത്തണം. അല്ല, താനിത് എവിടെയാ? ഞാനോ? ഞാൻ എന്റെ വർക്ക് പ്ലേസില്. അല്ലാതെ എവിടെ പോവാനാ? വർക്ക് പ്ലേസ് എവിടെയെന്നാ ചോദിച്ചത്? അതെന്ത് ചോദ്യാ സാറേ? ഒരു ഡോക്ടറിന്റെ വർക്ക് പ്ലേസ് ഹോസ്പിറ്റലാണെന്ന് അറിയില്ലേ? അതെയോ? അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഷെയർ ചെയ്തതിന് താങ്ക്സ്. ശരി, ഡോക്ടർ ബിസിയാണെങ്കിൽ ജോലി നടക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. അല്ല, താനിന്ന് എനിക്കെന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? ഓഹോ, അതെന്താണെന്ന് അറിയണമെന്ന് ഡോക്ടർ സാറിന്റെ നിർബന്ധമാണോ? നിർബന്ധമാണോന്ന് ചോദിച്ചാൽ സർപ്രൈസ് ആവുമ്പോ അതെന്താണെന്നറിയാൻ ആർക്കായാലും ഒരു ആകാംക്ഷ തോന്നുന്നത് സ്വാഭാവികമല്ലേ? Is it? ആകാംക്ഷ അത്രയ്ക്ക് സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണെങ്കിൽ എന്റെ മോനൊന്ന് തിരിഞ്ഞു നോക്കേ. എന്താ എന്താ പറഞ്ഞേ? നിന്ന് വാ പൊളിക്കാതെ ഒന്ന് തിരിഞ്ഞു നോക്കണം മിസ്റ്റർ.